ഗുഡ്നെസ് ടെലിവിഷൻ്റെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. വെളിപാട് 12-ാം അധ്യായത്തിലെ സ്ത്രീയുടെയും സർപ്പത്തിൻ്റെയും പ്രതീകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ടാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വ്യാളിയുടെ മഹാസർപ്പത്തിൻ്റെ അർത്ഥം എന്തെന്ന് നാം കണ്ടു. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്തർലീനമായിരിക്കുന്ന തിന്മയുടെ ശക്തികളെയാണ് ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ ദൈവജനം നേരിടുന്ന ഈ തിന്മയുടെ ശക്തികളെ തന്നെയാണ്. അപ്പം അതിൻ്റെ പ്രലോഭനങ്ങളിൽ പെടുന്നവരാണ് ദൈവജനം. ഇനി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തുടർന്നുള്ള വിവരണത്തിലേക്ക് നമ്മൾ വന്നു. സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന നാം കണ്ടു. ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുന്നു. അത് ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുന്ന ദൈവിക രക്ഷ തന്നെയാണ്. ഈ ദൈവിക രക്ഷ ഇല്ലാതാക്കാനായിട്ട് ഈ വ്യാളി അല്ലെങ്കിൽ തിന്മയുടെ സംവിധാനങ്ങൾ ശ്രമിക്കുന്നു എന്നും യോഹന്നാൻ ഇവിടെ പ്രതീകങ്ങളിലൂടെയൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ അതിനെ വിഴുങ്ങാനായിട്ട് സർപ്പം വരുന്നെങ്കിലും ദൈവം അതിനെല്ലാം പരാജയപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു. 5-ാമത്തെ വാക്യം, അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു, സകല ജനതകളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് മേയ്ക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ ഈ കുഞ്ഞിനെ വിഴുങ്ങാനായിട്ട് ഈ മൃഗം നിൽക്കുന്നെങ്കിലും ഇതിനെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ശിശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് ഇവിടെ വിവരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന അത് തീർച്ചയായിട്ടും യേശുവിൻ്റെ ഉത്ഥാനവും സ്വർഗാരോഹണവും വഴിയായിട്ടുള്ള മഹത്വീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഉത്ഥാനവും മഹത്വീകരണം മാത്രമല്ല, യേശുവിൻ്റെ കുരിശുമരണവും ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അത് പിന്നീട് വരുന്ന ഭാഗത്ത് 12-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ സൂചനയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അവിടുന്ന് മരണത്തിലൂടെയാണല്ലോ ഉയർത്തപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം കൂടിയാണ് അത്. അപ്പോൾ കുരിശിൽ ഉയർത്തപ്പെടുന്നത് അത് മോഹീകരിക്കപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ ശിശുവിനെ വിഴുങ്ങുവാനായിട്ട് ശ്രമിക്കുന്ന തിന്മയുടെ ശക്തികൾ, മഹാസർപ്പം ഒരു വശത്ത്, പക്ഷേ അതിനെയെല്ലാം പരാജയപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ദൈവിക പദ്ധതികളെ പരാജയപ്പെടുത്തുവാനായിട്ട് തിന്മകളുടെ ശക്തികൾ പരിശ്രമിക്കുന്നെങ്കിലും ഈ സാത്താൻ്റെ ശ്രമങ്ങളെല്ലാം മിശിഹ പരാജയപ്പെടുത്തിയെന്ന് കാണിക്കാനാണ് യേശുവിൻ്റെ മഹത്വീകരണം ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ ഈ തിന്മയുടെ ശക്തികൾക്ക് ആത്യന്തികമായിട്ടുള്ള ഒരു ശക്തിയുമില്ല. ഇവയ്ക്ക് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട്, പരാജയപ്പെടുത്താൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് കാണിക്കുവാനായിട്ടാണ് ശിശു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് വിവരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് വന്ന യേശു അവിടുത്തെ പക്കലേക്ക് തന്നെ പോകുന്നു, അവിടുത്തെ സിംഹാസനത്തിലായിരിക്കുന്നു. പിന്നീട് നമ്മൾ അവസാന അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 22-ാമത്തെ അധ്യായത്തിൽ അവിടെ ആ സിംഹാസനത്തിൽ ദൈവ കർത്താവും കുഞ്ഞാടും ഇരിക്കുന്നത് നമ്മൾ കാണും. പിന്നെ ഇവിടെ യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം, സഭ എത്ര ബലഹീനയാണെങ്കിലും അവളുടെ ദൗത്യത്തിൽ അവൾ പരാജയപ്പെടുക ഇല്ല എന്നാണ്. അപ്പോൾ തിന്മയുടെ ശക്തികളെയെല്ലാം ഇവിടെ വിവരിക്കുന്നുണ്ടെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും സഭ ഒരിക്കലും ഭയപ്പെടേണ്ടതായിട്ടില്ല. കാരണം അവൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. കാരണം ദൈവം അവളുടെ കൂടെയുണ്ട്. ദൈവം അവളുടെ കൂടെയുണ്ട് എന്നതിൻ്റെ മനോഹരമായിട്ടുള്ള വിവരണമാണ് തുടർന്ന് വരുന്നത്. അപ്പോൾ ദൈവം അവളെ എപ്രകാരം സംരക്ഷിക്കുന്നു എന്ന് ഇവിടെ വിവരിക്കുന്നു. 6-ാമത്തെ വാക്യം, ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക്
ഓടിപ്പോയി. എന്താണ് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? നമ്മളൊക്കെ മരുഭൂമി എന്ന് പറയുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ സാധാരണയൊക്കെ എടുക്കാറുള്ളത്. മരുഭൂമിയിൽ അവിടെ ജീവിക്കാൻ പോലും സാധിക്കുകയില്ല. കാരണം നമുക്കൊന്നും ഭക്ഷിക്കുവാനുള്ള ഒന്നും അവിടെ കിട്ടുകയില്ല. പിശാചുക്കൾ വാഴുന്ന സ്ഥലം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അതിനെ വിശേഷിപ്പിച്ചെന്ന് വരാം. പക്ഷേ ഇവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ മരുഭൂമിക്ക് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥമാണ് ഉള്ളത്. അപ്പോൾ പൈശാചി ശക്തികൾ വിളയാടുന്ന സ്ഥലം മാത്രമല്ല, ദൈവ പരിപാലനയുടെ വേദി കൂടിയാണ് ഈ മരുഭൂമി എന്ന് പറയുന്നത്. അത് ഇസ്രായേലിൻ്റെ ആദ്യകാല ചരിത്രം എടുത്തു നോക്കിയാൽ മതി. ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഇസ്രായേൽ ജനം അവർ കടന്നു പോകുന്നത് മരുഭൂമിയിലൂടെയാണ്. തീർച്ചയായിട്ടും മരുഭൂമി സഹനത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ ഒക്കെ സ്ഥലമാണ്. അവിടെ അവർ ദൈവത്തോട് നിലവിളിക്കുന്നുണ്ട്. തങ്ങളെല്ലാം ഉപേക്ഷിച്ചോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും തങ്ങൾ ഈജിപ്തിലേക്ക് തങ്ങളെ തിരികെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അവർ ദൈവത്തോട് അവർ വിലപിച്ച് പറയുന്നുണ്ട്. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ, ദൈവ സംരക്ഷണത്തിൻ്റെ ഏറ്റവും സുന്ദരങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ അത് മരുഭൂമി അനുഭവത്തിലാണ് ഉള്ളത്. അവിടെ വിശന്നപ്പോൾ അവിടെ മന്നയും കാടപ്പക്ഷിയുമൊക്കെ ആയിട്ട് അവിടെ ദൈവസംരക്ഷണം അവർക്ക് അനുഭവപ്പെടുന്നു. ദാഹിച്ചപ്പോൾ നീർച്ചാലായിട്ട് അവർക്ക് വരുന്നു. ഇനി പകൽ സൂര്യതാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് മേഘസ്തംഭമായിട്ട് ദൈവം വരുന്നു. ഇനി രാത്രിയിൽ അവരൊന്നും കാണാതെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ അവർക്ക് വഴികാട്ടിയായിട്ട് അവിടെ നിന്നും അഗ്നിസ്തംഭമായിട്ട് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള അനുഭവങ്ങൾ മരുഭൂമിയിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരുഭൂമിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അതൊരു നിഷേധാത്മകമായിട്ടുള്ള ചിത്രമല്ല അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ വേറെയും ഒത്തിരി അനുഭവങ്ങൾ, ചിത്രങ്ങൾ, മരുഭൂമിയുടെ ചിത്രങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ഉദാഹരണത്തിന് മരുഭൂമിയിലേക്ക് രക്ഷപ്പെടുന്ന ഹാഗാർ, മോശ, ദാവീദ് ഒക്കെ പ്രവാചകരും മക്കബായരും ഇവരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഹാഗാർ അവൾ ഓടിപ്പോകുന്ന മരുഭൂമിയിലേക്കാണ്. പക്ഷെ അവിടെ കാണാനായിട്ട് അല്ല, അവളുടെ അടുത്തേക്ക് ദൈവദൂതൻ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി മോശയും രക്ഷപ്പെട്ടു പോകുന്നത്, ഫറവയുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് മരുഭൂമിയിലേക്കാണ്. പക്ഷേ അവിടെ ദൈവം മോശയ്ക്ക് സംരക്ഷണമൊരുക്കുന്നു. ഇനി ദാവീദും മരുഭൂമിയിലേക്ക് പോകുന്നതായിട്ട് വിവരിക്കപ്പെടുന്നു. പ്രവാചകർ മരുഭൂമിയിലേക്ക് പോകുന്നു. മക്കബായർ അവർ ഒളിച്ചോടി പോകുന്നതൊക്കെ മരുഭൂമിയിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് സഹനത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, കഷ്ടപ്പാടിൻ്റെ ഒക്കെ സ്ഥലമാണ്. ആ ഒരു അനുഭവമാണ് മരുഭൂമി കാഴ്ചവെക്കുന്നെങ്കിൽ പോലും അവിടെയൊന്നും ദൈവം അവരെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഈ മരുഭൂമിയുടെ അവതരണത്തിൽ പഴയ നിയമം നമ്മോട് പറയുന്നുണ്ട്. ഇവിടെ ജെസബേൽ രാജ്ഞിയിൽ നിന്ന് ഏലിയ മരുഭൂമിയിലേക്ക് ഒളിച്ചോടുന്നത് 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചതുപോലെ ഹെരോദസിൽ നിന്ന് തിരുക്കുടുംബവും ഓടുന്നത് മരുഭൂമിയിലേക്ക്, ഈജിപ്തിലേക്ക് ഒക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ യൗസേബിയസ്, ആദിമസഭ ചരിത്രകാരനെ യൗസേബിയസ് പറയുന്നുണ്ട്, യഹൂദർ AD 66 റോമക്കാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. പക്ഷേ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നു റോമക്കാർക്കെതിരെ പിടിച്ച് നിൽക്കുവാൻ സാധിക്കുകയില്ല എന്ന്. അപ്പോൾ ആ സമയത്ത് ക്രിസ്ത്യാനികളെല്ലാം പെല്ല എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഒളിച്ചോടിയതായിട്ടും സഭ ചരിത്രകാരനായ യൗസേബിയസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മരുഭൂമിയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് അത് വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ കാനാൻ ദേശത്തേക്കുള്ള വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയിലാണ് എന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഈ മരുഭൂമിയെ നമുക്ക് എടുക്കുവാനായിട്ടൊക്കെ സാധിക്കും. അല്ലെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന പോലെ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കുന്നവർ അവരാണല്ലോ ക്രൈസ്തവർ. അതായത് ലൗകിക മൂല്യങ്ങളെ പിഞ്ചെല്ലാതെ ജീവിക്കുന്നവർ. അപ്പോൾ അതും ഈ മരുഭൂമിയിൽ വസിക്കുന്നതിന് തുല്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. അപ്പോൾ മരുഭൂമിയിലൂടെയുള്ള ആ യാത്രയെന്ന് പറയുന്നത് സഭയുടെ
സഹനങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും ഒക്കെയുള്ള യാത്രയുടെ ഒരു അവതരണം തന്നെയാണ്. അവിടെ അവർ ഒറ്റപ്പെടുന്ന അനുഭവമുണ്ട്. പക്ഷേ അവിടെയെല്ലാം അവർ യേശുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാം. അപ്പോൾ മരുഭൂമി എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള ഒരു സ്ഥലം തന്നെയായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയെന്ന് പറയുമ്പോൾ ആ ദൈവിക സംരക്ഷണത്തിൽ തന്നെയാണ് അവൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിന് മരുഭൂമിയുടെ ഒരു മറുവശമുണ്ട്. അത് തീർച്ചയായിട്ടും അത് മഹാനഗരമാണ്. നാമൊക്കെ മഹാനഗരത്തിൻ്റെ സുഖലോലുപതയിലായിരിക്കുവാനായിട്ടുള്ള ശ്രമിക്കുക. പക്ഷേ വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൽ സഭയോട് ആരാധന സമൂഹത്തോട് പറയുന്നത് ഈ മഹാനഗരത്തിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ടാണ്. 18-ാം അധ്യായത്തിൽ നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കാണും. അപ്പോൾ അവിടെ ഈ നഗരത്തിൽ നിന്ന് ഓടി ഒളിക്കണം എന്നാണ് പറയുന്നത്. കാരണം അത് നശിപ്പിക്കപ്പെടുവാനായിട്ട് പോകുന്നു. അപ്പോൾ മഹാനഗരത്തിൻ്റെ സുഖഭോഗങ്ങളുടെ നടുവിലല്ല, മരുഭൂമിയിലാണ് യഥാർത്ഥത്തിൽ സഭ വസിക്കുന്നത്. അപ്പോൾ അതൊരു പ്രതീകം തന്നെയാണ്. അപ്പോൾ ദൈവത്തെ പിൻചെല്ലുന്നവർ ലൗകിക സുഖഭോഗങ്ങളുടെ ഇടയിലല്ല ജീവിക്കേണ്ടത്. ആ ദൈവത്തിൻ്റെ സംരക്ഷണം ഉള്ള അല്ലെങ്കിൽ ദൈവം പരിപാലിക്കുന്ന ഇടത്ത്, അതായത് ഈ മരുഭൂമിയിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. മരുഭൂമിയിൽ അവർക്ക് ആശ്രയം ദൈവം മാത്രമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു അവതരണം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി അത് തന്നെയാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഈ മരുഭൂമിയിൽ സംരക്ഷിക്കുന്ന ആരാണ്? ഇവിടെ പറയുന്നു, ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അവളെ പോറ്റുന്നതിന് തയ്യാറാക്കിയ സ്ഥലം. ഇപ്പോൾ ഇവിടെ ഈ 1260 ദിവസം എന്നുള്ള ആ ഒരു സംഖ്യ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. നമ്മളത് 11-ാമത്തെ അധ്യായത്തിൽ കണ്ടു തന്നെയാണ്. 42 മാസം എന്ന് കണ്ടു. 1260 ദിവസം സാക്ഷ്യം നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 11-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്ത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ സംരക്ഷിക്കപ്പെടുന്നു എന്നും കഴുകൻ്റെ ചിറകുകളിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നും നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു പ്രയോഗം തന്നെയാണ് ഇവിടെ വരുന്നത്. 1260 ദിവസം അവൾ പോറ്റപ്പെടുന്നു. അപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? സഭ സാക്ഷ്യം നൽകുന്ന കാലഘട്ടം എത്രയാണ്? അത് 1260 ദിവസമാണ്. ഈ സഭ സംരക്ഷിക്കപ്പെടുന്ന കാലഘട്ടം എത്രയാണ്? 1260 ദിവസം. എന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ട് ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? ഒരു ദിവസം പോലും ദൈവത്തിൻ്റെ സംരക്ഷണമില്ലാതിരിക്കുകയില്ല. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ദൈവത്തോട് പറഞ്ഞ് വിലപിക്കാറില്ല, നിലവിളിക്കാറില്ലേ? അവിടുന്ന് ഞങ്ങളെ മറന്നുപോയി, ഞങ്ങളെ ഉപേക്ഷിച്ചു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ സഹനങ്ങൾ, കഷ്ടപ്പാടുകളൊക്കെ കടന്നു വരുമ്പോൾ, വലിയ രോഗത്തിനൊക്കെ അടിപ്പെടുമ്പോഴൊക്കെ നമ്മളൊക്കെ പലപ്പോഴും പറയുന്നത് എന്താണ്? ദൈവം നമ്മയൊക്കെ ഉപേക്ഷിച്ചു എന്നാണ്. പക്ഷേ ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ 1260 ദിവസം, അതായത് നമ്മൾ സാക്ഷ്യം നൽകുന്ന, യേശുവിന് സാക്ഷ്യം നൽകുന്ന, നാം ഇവിടെ ഭൂമിയിലായിരിക്കുന്ന ഓരോ ദിവസവും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ്, ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ തന്നെ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ വെളിപാടിൽ ഇവിടെ ഈ സ്ത്രീയുടെ ചിത്രം അവതരിപ്പിക്കുമ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ആ ദൈവത്തിൻ്റെ ആ സംരക്ഷണത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്നാണ്. ഇനി ഇവിടെ ദൈവം സജ്ജമാക്കിയ സ്ഥലം, അല്ലെങ്കിൽ അവിടുത്തെ സഭ പോറ്റപ്പെടുന്ന സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണം അർത്ഥമാക്കുന്നു. 7-ാമത്തെ അധ്യായത്തിൽ നെറ്റിയിൽ മുദ്ര പതിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടായിരുന്നു. നെറ്റിയിൽ മുദ്ര പതിപ്പിക്കപ്പെടുന്നു. അപ്പോൾ നെറ്റിയിൽ മുദ്ര പതിപ്പിക്കപ്പെടുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലായിരിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ഗ്രന്ഥകാരൻ വീണ്ടും അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ മരുഭൂമിയിൽ ഈ സ്ത്രീ പോറ്റപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ്. അപ്പോൾ ദൈവം സജ്ജമാക്കിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ സഭയ്ക്ക് വേണ്ട എന്താണ്, ദൈവജനത്തിന് വേണ്ട എന്താണ് എന്ന് ദൈവത്തിനറിയാം. അപ്പോൾ സജ്ജമാക്കിയ സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ആരെങ്കിലും നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോഴും നമ്മളൊക്കെ നമ്മുടെ ഭക്ഷണശാലയൊക്കെ സജ്ജമാക്കും, അല്ലെ അവർക്ക് താമസിക്കുവാനായിട്ടുള്ള വിരുന്നുകാർ വരുമ്പോൾ അവർക്കുള്ള മുറിയൊക്കെ സജ്ജമാക്കും. അവർക്ക് വേണ്ടതെല്ലാം എന്തെന്ന് കണ്ടുകൊണ്ട് അവർക്ക് ആവശ്യമായതെല്ലാം നൽകുന്നു.
നൽകുവാനായിട്ട് നമ്മുടെ എല്ലാം മുറിയൊരുക്കും, അതിനെല്ലാം നമ്മൾ സജ്ജമാക്കിയെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ സ്ത്രീയെ പോറ്റുന്നതിന് സജ്ജമാക്കിയിരിക്കുന്ന സ്ഥലമെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ദൈവം തരും എന്നുള്ള ഒരു വലിയൊരു സത്യം ഇവിടെ യോഹന്നാൻ ഇവിടെ വീണ്ടും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ 1260 ദിവസം എന്ന് പറയുന്നത് അത് സഭയുടെ ആ സാക്ഷ്യം നൽകുന്ന കാലഘട്ടം തന്നെയാണ്. പ്രവാചകരുടെ സാക്ഷ്യത്തിന് സമാന്തരമായിട്ടുള്ള ഒരു കാലഘട്ടം. അപ്പോൾ അതായത് ദൈവജനം ഭൂമിയിൽ ആയിരിക്കുന്ന ആ ഒരു സമയം തന്നെയാണ് ഈ 1260 ദിവസം എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സഭ മരുഭൂമിയിലെന്ന പോലെ യാത്ര ചെയ്യുന്ന സഭയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ കഴുകൻ്റെ ചിറകുകൾ എന്ന പോലെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രതീകമാണ് സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ആ സ്ത്രീയുടെ ചിത്രം അത് വളരെ മനോഹരമായിട്ടുള്ള സഭയുടെ ചിത്രം തന്നെയാണ്. അപ്പോൾ അവൾ ആദ്യ ഭാഗത്ത് അവളുടെ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയെ നമ്മൾ കാണുന്നു. പ്രകാശമാകുന്ന യേശുവിനെ അനുഗമിക്കുന്ന ആ സഭ ആ ദൈവിക മഹത്വത്തിൽ എത്തിച്ചേരുന്ന് അവിടെ വിവരിക്കുന്നു. ഇനി ഈ സഭയെ വഴിതെറ്റിക്കുവാനായിട്ട് ഉള്ള ആ ഒരു തിന്മയുടെ ശക്തികൾ അതിൻ്റെ ചുറ്റുമൊക്കെ ഉണ്ട്. വ്യാളിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആ തിന്മയുടെ ശക്തികൾ, നമ്മുടെ ചുറ്റുമുള്ള ആ തിന്മയുടെ സംവിധാനങ്ങൾ എല്ലാം ഇത് അർത്ഥമാക്കുന്നു. പക്ഷേ എങ്കിൽ പോലും സാക്ഷ്യം നൽകുവാനായിട്ട് തയ്യാറാക്കി നിൽക്കുന്ന സഭയ്ക്ക് വേണ്ട സംരക്ഷണം ദൈവം തരും എന്നുള്ള ഉറപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ 11-12 അധ്യായങ്ങളുടെ സാങ്കത്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നു. ഇവിടെ ആദ്യം സാക്ഷ്യം നൽകുവാനായിട്ട് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറുവശത്ത് പറയുന്നു, നിങ്ങൾ സാക്ഷ്യം നൽകുന്നതിൽ ഒരിക്കലും നിങ്ങൾ അമാന്തം വിചാരിക്കേണ്ട, ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവം നിങ്ങളെ സംരക്ഷിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ആദ്യത്തെ ഭാഗം, അപ്പോൾ വെളിപാടിലെ 12-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ഭാഗം ആ സഭയെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ്. അതോടൊപ്പം തന്നെ സഭയുടെ ആ ജീവിതകാലത്ത് അല്ലെങ്കിൽ സഭ ജീവിക്കുമ്പോൾ അനുഭവവേദ്യമാകുന്ന ആ തിന്മയുടെ ശക്തികളെയും ഇവിടെ അവതരിപ്പിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ 2-ാമത്തെ ഭാഗത്തേക്ക് കടക്കാം. അപ്പോൾ 17 മുതലുള്ള വാക്യങ്ങൾ, 17 മുതൽ 12 വരെയുള്ള ആ വാക്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിലെ 3 ഭാഗങ്ങളിലെ ഇതിലെ കേന്ദ്ര ഭാഗമാണ് ഈ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഇതിലെ ഈ സഭയ്ക്ക് കൊടുക്കുന്ന, സംരക്ഷിക്കപ്പെടുന്ന സഭയ്ക്ക് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ ഭാഗത്ത് അടങ്ങിയിട്ടുണ്ട്. ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും തിന്മ ആത്യന്തികമായിട്ട് കീഴടക്കപ്പെട്ടു എന്നുള്ളതാണ്. തിന്മ ആത്യന്തികമായിട്ട് കീഴടക്കപ്പെട്ടു, അതായത് ഇത് അവകാശപ്പെടുന്ന വലിയ ശക്തിയൊന്നും ഇതിനില്ല. മാത്രമല്ല പരിമിതമായിട്ടുള്ള ശക്തി മാത്രമേ ഇവയ്ക്കുള്ളൂ. ഇനി ദൈവജനത്തിനെതിരെ തിരിയുന്ന സാത്താൻ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്താലും മഹത്വീകരണത്താലും ആത്യന്തികമായി പരാജയപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് ഇവിടുത്തെ പ്രമേയം. അപ്പോൾ ഇത് ഒരു പശ്ചാത്തലമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ, സ്വർഗാരോഹണത്തിലൂടെ തിന്മയുടെ ശക്തി ആത്യന്തികമായിട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് സഭയുടെ ഇന്നത്തെ ജീവിതത്തെ നമ്മൾ കാണേണ്ടത്. ഇനി ഇവിടെ ഈ സാത്താൻ്റെ, ഇവിടെ ഈ ഭാഗത്ത് സാത്താൻ്റെ പതനത്തെക്കുറിച്ച് ഇവിടെ വിവരിക്കുക. അപ്പോൾ നമ്മൾ അതിലേക്കെല്ലാം കടക്കും. അപ്പോൾ സാത്താൻ്റെ പതനത്തെക്കുറിച്ചൊക്കെ വിവരിക്കുമ്പോൾ മനുഷ്യ സൃഷ്ടിക്ക് മുമ്പുള്ള സാത്താൻ്റെ പതനവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും സാത്താൻ അതിൻ്റെ ആദിയിൽ സാത്താൻ താഴേക്ക് ഒക്കെ വലിച്ചെറിയപ്പെടുന്നു ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൂടെ ആ ഒരു സാത്താൻ്റെ പതനത്തെക്കുറിച്ചല്ല പറയുക, മിശിഹായിലൂടെ സംഭവിച്ച സാത്താൻ്റെ പതനത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിവരണം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ശക്തി പകരുവാനായിട്ട് ഉദ്ദേശിച്ചുള്ളതാണ്. അപ്പോൾ 12-ാം അധ്യായത്തിലെ മധ്യഭാഗത്തുള്ള ഈ വിവരണം യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിൻ്റെ പ്രകാശത്തിൽ ചരിക്കുന്ന ആ ക്രൈസ്തവർക്ക്
കൂടുതൽ ശക്തി പകരുവാനായിട്ട് ഉദ്ദേശിച്ച് ഉള്ളതാണ്. ഇനി നമുക്ക് അതിൻ്റെ ആ വിവരണത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും വ്യാളിയോട് പോരാടി. വ്യാളിയും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ആ ഒരു പ്രയോഗം കാണുന്നു. സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. നമ്മൾ ചോദിക്കും, സ്വർഗത്തിൽ എങ്ങനെ യുദ്ധം ഉണ്ടാകുന്നു? സ്വർഗം ദൈവത്തിൻ്റെ സ്ഥലമല്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം ഒന്ന് മനസ്സിലാവർക്ക്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഗ്രീക്ക് പദം ഊറാനോസ് എന്ന് പറയുന്നത് ആകാശത്തിൽ, അഭൗമികമായിട്ട് തലത്തിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തിന്മയുടെ ആ അഭൗമികമായിട്ടുള്ള ശക്തിയുള്ള ആ ഒരു തലത്തെയാണ് ഇവിടെ അർത്ഥം. അല്ലാതെ ദൈവം വസിക്കുന്ന സ്വർഗത്തെയല്ല സൂചിപ്പിക്കുന്നത്. അത് പരിഭാഷ ഈ ഒരു പദം എടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആകാശതലത്തിൽ, അഭൗമിക തലത്തിൽ എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ തിന്മയ്ക്കെതിരെയുള്ള അഭൗമിക തലത്തിലുള്ള പോരാട്ടമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ തിന്മയ്ക്കെതിരെ വിജയം വരിക്കുന്ന ദൈവശക്തിയുടെയും മഹത്വത്തിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെയും പ്രകടനമാണ് നാം ഇവിടെ കാണുവാനായിട്ട് പോകുന്നത്. ഇന്നിവിടെ സ്വർഗത്തിലുള്ള ആ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്നത് മിഖായേലും അവൻ്റെ ദൂതന്മാരും വ്യാളിയോട് പോരാടി എന്നാണ്. മിഖായേലും അവൻ്റെ ദൂതന്മാരും വ്യാളിയോട് പോരാടി. ഇപ്പോൾ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും ദൂതന്മാരും അവരോട് പോരാടി. മിഖായേൽ എന്നുള്ള ആ ദൂതൻ്റെ ആ ചിത്രം അത് പഴയ നിയമത്തിലൊക്കെ ഉള്ള ആ ഒരു ചിത്രം തന്നെയാണ്. ആരാണ് ദൈവത്തെപ്പോലെ ഉള്ളവൻ? അതാണ് മിഖായേൽ എന്ന പദത്തിനർത്ഥം. മിഖായേൽ. അപ്പോൾ ആരാണ് ദൈവത്തെപ്പോലുള്ളവൻ? അപ്പോൾ അത് തന്നെ ആ ഒരു പദം തന്നെയാണ് പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത്. 13-ാം അധ്യായത്തിലും വെളിപാട് 13-ാം അധ്യായത്തിലും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇനി ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദൈവജനത്തെ സംരക്ഷിക്കുന്ന സ്വർഗീയ പടനായകനാണ് മിഖായേൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുഖ്യദൂതനുമാണ്. യൂദയുടെ ലേഖനത്തിൽ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ സഭയുടെ ഒരു സംരക്ഷകനായിട്ട് പരമ്പരാഗതമായിട്ട് മിഖായേലിനെ ആണ് എടുത്തിരിക്കുന്നത്. സഭയുടെ കാവൽ ദൂതനായിട്ട്, കാവൽ മാലാഖിയായിട്ട് ഈ മിഖായേലിനെ ഒക്കെ കാണുന്നുണ്ട്. ഇനി കുമ്രാൻ ചുരുൾ പ്രകാരം ദൈവദൂതർ പൈശാചി ശക്തിയെ ബലിയാലിനെ പരാജയപ്പെടുത്തുമ്പോൾ ഉടമ്പടി സമൂഹത്തെ സഹായിക്കുവാനായിട്ട് മിഖായേൽ വരുന്നതായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ മിഖായേൽ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ദൈവജനത്തിൻ്റെ കൂടെ നിൽക്കുന്ന, ദൈവജനത്തിന് വേണ്ടി പോരാടുന്ന, അവരെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ദൂതനാണ്. അപ്പോൾ ഇവിടെ സാത്താനും പൈശാചിക ശക്തികളുമെല്ലാം ദൈവിക ശക്തികൾക്ക് എതിരെ പോരാടുന്നതാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ സ്വർഗീയ തലത്തിലുള്ള ആ ഒരു യുദ്ധം. ഇനി ആ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വ്യാളിയും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ വിജയിച്ചില്ല. സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. അവർ വിജയിച്ചില്ല. അപ്പോൾ സ്വർഗത്തിൽ അവർ വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ എന്തർത്ഥമാകും? തീർച്ചയായിട്ടും അവർ ആത്യന്തികമായിട്ട് പരാജയപ്പെട്ടു. അവർക്ക് സ്വർഗത്തിൽ ഇടമില്ലാതായി. സ്വർഗത്തിൽ ഇടമില്ലാതായി എന്ന് വെച്ചാൽ ആ അഭൗമിക തലത്തിൽ അവർക്ക് ഇടമില്ലാതായി. ഇനി അവർക്ക് അഭൗമിക ശക്തി അവകാശപ്പെടാനായിട്ടില്ല. അവർ താഴേക്ക് വലിച്ചെറിയപ്പെടുന്നു. അപ്പോൾ ഈ തിന്മയുടെ ശക്തിക്ക് ആത്യന്തികമായിട്ട് ഇനി യാതൊരു ശക്തിയുമില്ല എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത്. എപ്പോഴാണ്, എവിടെയാണ് ഈ തിന്മയുടെ ശക്തി ആത്യന്തികമായിട്ട് പരാജയപ്പെടുന്നത്? യാതൊരു സംശയവും വേണ്ട, അത് യേശുവിൻ്റെ കുരിശിലാണ്. അപ്പോൾ യേശുവിൻ്റെ കുരിശ് മരണം വഴിയായിട്ടാണ് സർപ്പത്തിൻ്റെ തല തകർക്കപ്പെടുന്നത്. അപ്പോൾ സർപ്പത്തിൻ്റെ തല തകർക്കപ്പെട്ട് ആത്യന്തികമായിട്ട് തകർക്കപ്പെട്ട് അത് ഭൂമിയിലേക്ക് പതിക്കുന്നു. അപ്പോൾ അഭൗമിക തലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ തിന്മയെ എനിക്ക് ഒരിക്കലും ഭയപ്പെടേണ്ടതായിട്ടില്ല. തിന്മയ്ക്ക് ആത്യന്തികമായിട്ട് യാതൊരു ശക്തിയുമില്ല. വളരെ പരിമിതമായിട്ടുള്ള ശക്തി മാത്രമേ ഉള്ളൂ. വളരെ ലളിതമായിട്ടുള്ള ചെറിയൊരു ഉദാഹരണം എടുക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളൊക്കെ പലപ്പോഴും സന്ധ്യയായി കഴിയുമ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ, മച്ചിൻപുറത്ത് നോക്കിയാൽ
അവിടെയെല്ലാം ചിലപ്പോൾ നമുക്ക് പല്ലിയെ കാണാമില്ലേ, പല്ലി നമുക്ക് പലപ്പോഴും അതൊരു വളരെ അരോചകമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പല്ലിയെ ഒന്ന് ഓടിച്ച് കളയും, അതിനെ തല്ലിക്കൊല്ലാനായിട്ടൊക്കെ ശ്രമിക്കും. അത് താഴേക്ക് വീഴും, പല്ലി ഓടിപ്പോകും, പിന്നെ എന്ത് അവിടെ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ വാലവിടെ പിടച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ താഴേക്ക് പതിക്കുന്ന ആ തിന്മയുടെ ശക്തി, അതാ പല്ലിയുടെ വാല് പിടയ്ക്കുന്ന പോലെയുള്ള ഒരു സംഭവം മാത്രമല്ല, അതായത് അത് കുറച്ച് കഴിയുമ്പോൾ അത് പരാജയപ്പെടുമെന്നുള്ള യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഭൂമിയിലേക്ക് പതിക്കുന്ന ആ തിന്മയുടെ ശക്തി, അപ്പോൾ യേശുവിൻ്റെ കുരിശു മരണത്തിലൂടെ ഈ തിന്മയുടെ ശക്തി ആത്യന്തികമായിട്ട് പരാജയപ്പെട്ടു എന്നാണ് ഇവിടെ ഈ രണ്ടാമത്തെ ഭാഗത്ത് ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ തിന്മയുടെ ശക്തി ആത്യന്തികമായിട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ ദൈവജനത്തിന് ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി അവർ തീർച്ചയായിട്ടും ഈ ശക്തിയെ എതിർക്കേണ്ടവരാണ്, ഈ ശക്തിയെ പരാജയപ്പെടുത്തുകൊണ്ട് ഇവർ ശ്രമിക്കേണ്ടതായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ദൗത്യം, യേശുവിൻ്റെ ദൗത്യത്തോട് ചേർന്നുള്ള ദൗത്യം ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവജനത്തിൻ്റെ ആ ഒരു ദൗത്യം എന്താണ്? സാക്ഷ്യം വഴിയായിട്ട് അവർ ചെയ്യുന്ന എന്താണ്? ഈ താഴേക്ക് നിബന്ധിച്ചിരിക്കുന്ന പരിമിതമായിട്ടുള്ള ശക്തികളുള്ള ഈ തിന്മയെ പരാജയപ്പെടുത്തുവാനായിട്ട് അവരുടെ സാക്ഷ്യം വഴിയായിട്ട് അവർ പരിശ്രമിക്കുക. അപ്പോൾ ആ ഒരു ദൗത്യമാണ് ദൈവജനത്തെ പരമേൽപ്പിച്ചിരിക്കുന്നത്, നമ്മെയും പരമേൽപ്പിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.